ഞാൻ മാത്രമല്ല ബഷീറാജി, അവിടെ ഒരുപാട് വലിയ ഞാൻ ക്ലാസ്സിന് പോയിരുന്നു അവിടെ. എത്ര വലിയ പണ്ഡിതന്മാരാണ് അവിടെ ഉള്ളത്, എത്ര വലിയ ദർശനത്തെ പണ്ഡിതന്മാർ. ഇവർക്കൊന്നും അവിടെ വന്ന് ഞാൻ ഒരുപാട് ഹസനിമാർ വലിയ നമ്മുടെ നേതൃസ്ഥാനത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, ഹസനിമാർ. ഇവരൊക്കെ നേരിട്ട് പങ്കെടുത്തിട്ട് അവിടെ ഒരു തെറ്റ് അവിടെ ഇല്ലല്ലോ. വെറുതെ സംഘടന കൂടെ എതിർത്തിട്ട് ഇപ്പം എന്തുകൊണ്ട് കാര്യം? ഹക്കുണ്ടെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കും. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഒരൊറ്റ ക്ലാസ്സിന് വന്നിട്ട് കല്ലൂരി നിർത്തിയ ആൾക്കാർ, ഈ ആൾക്കാരെ കൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തന്നാണ് എൻ്റെ കൂട്ടത്തിൽ. എൻ്റെ അടുത്ത് കൺസൾട്ടിങ് വന്നിട്ട് ഒരുപാട് കേസുകൾ അവിടെ കൊണ്ടുപോയിട്ട് നന്നാകുന്നുണ്ട്. ഇത്ര ചെക്കന്മാരെ ഒറ്റ ക്ലാസ്സിന് എന്താ ഷെയ്ത്താനും ഇതെല്ലാം കൂടി അള്ളാലേക്ക് എടുക്കാൻ സഹായിക്കുന്ന പണിയാണ് ഷെയ്ത്താൻ. ഒരു കോമൺ സെൻസ് വേണ്ട നമ്മളൊരു കാര്യം പറയുമ്പോൾ. തെറ്റെന്താന്ന് പറഞ്ഞോളി. കാരണം ഞാൻ ഈ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട ആളായി. എനിക്കെതിരെ ഞാൻ കള്ളത്തിരീക്കത്താണ്, ഞാൻ എതിരെ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് തിരീക്കത്ത് ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ആത്മീയ ശേഖരാന്ന് വാദിക്കും, ഇങ്ങനെ എന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. സംഘടന ഒന്നും പഠിക്കാതെയാണ് തീരുമാനമെടുത്ത്. ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഒരു അക്ഷരം പഠിച്ചിട്ടില്ല. വെറും അസൂയയിൽ നിന്നും കുശുമ്പിൽ നിന്നും ഉണ്ടായതാണ്. ഇന്നലെയും സമസ്ത കേന്ദ്ര മുഷാവറത്തിൽപ്പെട്ട ഒരു ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ മോനെ അവിടെ പ്രശ്നം, നമ്മളെന്ന് അറിയില്ല, അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഉള്ളുകൊണ്ട് ആ തീരുമാനത്തെ എതിർക്കുകയാണ്. പിന്നെ എന്താണ് നിങ്ങൾ തെറ്റ് പറഞ്ഞേരി. 40 ആലിമ്യങ്ങളുടെ എടുത്തിട്ട് തീരുമാനത്തിൽ തെറ്റുമില്ല. അത് പണ്ട് നമുക്ക് പറയാമായിരുന്നു, സൂക്ഷ്മതല ആലിമ്യങ്ങളായിരുന്നു. ഇപ്പം അങ്ങനെ അല്ല. വലിയ വലിയ സുലൈം ഉസ്താദ്, എപ്പിസ്ഥാനെ പോലെ വലിയ വലിയ മാത്തുകൾ മാറ്റി വെച്ചാൽ ചെറുപ്പക്കാരായ കുറേ ആൾക്കാർ നിങ്ങൾ ഈ 10 മുഷാവറാങ്ങൾ പോയി വിളിച്ചു നോക്കിയാൽ 10 എന്താണ് ഇതിൻ്റെ തെറ്റ് അവർക്കറിയില്ല. അപ്പോൾ 40 ആലിമ്യങ്ങൾ എടുത്ത് തീരുമാനം അല്ല എന്നർത്ഥം. ഒരാൾ പറയുന്നു, എല്ലാവരും കൂടെയാണ് അംഗീകരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും. അത്രേ ഉള്ളൂ ഇതിലൊക്കെ കഥ. അള്ളാഹാൻ അറിയുന്ന ഒരു ലോകം, റസൂലുള്ളാഹിക്ക് എത്തുന്ന ഒരു ലോകം ബഷീറാജി. അത് നിങ്ങളാ ഒരു മാനസികാവസ്ഥ നമുക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതല്ല വിഷയം. പക്ഷെ ഇതിങ്ങനെ ഒരു ഖൈറിൻ്റെ വഴി അടക്കാൻ പാടില്ലല്ലോ. നമുക്ക് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു വേദിയാണത്. അവിടെ APK അല്ലെങ്കിൽ വിവാഹ സുന്നി വിചാരമൊന്നും നോക്കാതെ ആളുകൾ വരുന്നു, അവരൊക്കെ ഖൈറായ വഴിയിലേക്ക് മാറുന്നു, പള്ളിയിലും മഹല്ലിലും സജീവമായി പ്രവർത്തിക്കുന്നു. അതിലിപ്പോൾ എന്താ തെറ്റെന്താണ് അവിടെ? നിങ്ങൾ പറഞ്ഞേരി, നിങ്ങൾ പറഞ്ഞോളി, ഞാൻ അംഗീകരിച്ചോളാം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിച്ചോളാം. തെറ്റെന്താന്ന് ബോധ്യപ്പെടുത്തി തന്നോളി. ആ കാലഘട്ടത്തിൽ ഒരു മഹാൻ എതിർക്കാത്ത പണ്ഡിതന്മാരാരാളുള്ളത്? നിങ്ങൾ പണ്ഡിതന്മാരെന്ന് ആരിഫത്തിൻ്റെ ലോകത്തിലുള്ള ആൾക്കാർ ആരാളുള്ളത്? അലിയിലൊക്കെ വാസ്തവങ്ങൾ എതിർത്തിട്ടുണ്ട്. തൊണ്ണൂറ് മിശ്രിതങ്ങൾ ആത്മീയ ലോകത്തെ നക്ഷത്രമല്ലേ. ജീവിതകാലം മുഴുവനും ആ കാലത്ത് ആലിമികൾ എതിർത്തിട്ടുണ്ട്. അബൂദൽ ഇസ്ലാമി റളിയല്ലാഹുവിന് 6 തവണ ബിസ്താം എന്നൊരു നാട്ടിൽ പുറത്താക്കിയിട്ടില്ലേ? അതിന് നേതൃത്വം കൊടുത്ത ആ നാട്ടിലെ മുദരിസും ടീമായിരുന്നില്ലേ, എതിർത്തിട്ട് പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹൗസുല്ലാദവനെ എതിർത്തിട്ടുണ്ട്. അസാലിമാവന് പിന്നെ എന്താണ് തലതിരിഞ്ഞാളാന്ന് പറഞ്ഞിട്ടില്ല. ആ കാലത്ത് ആലിമികൾ ഉണ്ട്. ആരെ പറയാത്തത്? ഒരു മഹാനെ കാണിച്ചില്ല അങ്ങനെ പറയാത്ത ആരും കാണിച്ചു തരാൻ കഴിയില്ല. അത് ആ കാലത്ത് എതിർത്ത പണ്ഡിതന്മാരെന്ന് ആർക്കെങ്കിലും അറിയൂല. പക്ഷെ ഇവരൊക്കെ മഹാന്മാരായി. ഇതിങ്ങനെ ലോകാസുഖം നിങ്ങളിത് മനസ്സിലാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ കാരണം വരണം എന്നുള്ളതിൻ്റെ ആകത്തുക. കാരണം വന്നാലും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനെ എതിർക്കാതിരിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാരെ എതിർത്ത് സൂക്ഷ്മമാക്കേണ്ട അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അതിനെതിരെ നമ്മൾ സംസാരിക്കാനും പാടില്ല. പക്ഷെ നമ്മൾ വ്യക്തിപരമായിട്ട് സംസാരിക്കരുത്. അത് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളാക്കിയതിനെ ബാധിക്കും. ഉറപ്പാണ്. അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനെ ഞാനിപ്പോൾ പറഞ്ഞവൻ അതിൻ്റെ പ്രചരണം വിചാരിക്കാം, ഞാൻ പറയുന്നില്ല. എൻ്റെ വിഷയത്തിൽ പോലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നെ ശക്തമായിട്ട് എതിർത്തൊരു മൂല്യർ ആ ആഴ്ച തന്നെ പോക്സോയിൽ കുടുങ്ങിയിട്ട് എൻ്റെ അടുത്ത് തന്നെ വന്ന്. അതേപോലെ എൻ്റെ അടുത്തിരുന്ന വേറൊരു വലിയ സ്ഥാപനത്തിലൊരു നേതാവ്, ആ സ്ഥാപനത്തിൽ ഒരു പോക്സോ കേസ് പ്രകാരം എന്നെ എതിർത്ത ആളുടെ കീഴിൽ ജോലി ചെയ്യുന്ന മറ്റൊരു മൂല്യർ പോക്സോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കേസ് എൻ്റെ അടുത്ത് തന്നെ അള്ളാഹു കൊണ്ടെത്തിച്ചു. ഞാൻ ഈ കേസിലൊക്കെ അവരെ രക്ഷിക്കുക ചെയ്തിട്ടു. ഞാൻ പുറത്ത് ഒരാളോട് പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളോട് പോലും പേര് പറഞ്ഞിട്ടില്ലല്ലോ. അത് എൻ്റെ വിഷയത്തിൽ പോലും അള്ളാഹു ഇങ്ങനെ പണി കൊടുക്കുന്നുണ്ട്. ഞാനൊരു പാവല്ലേ? നിങ്ങളിവിടെ ഒന്നും കണ്ടില്ലേ? ഞാൻ വീടെടുക്കാൻ വേണ്ടി 4 വർഷമായിരുന്നു. ഇപ്പോൾ ആ തറപ്പണി ഖലീത്തങ്ങൾ വന്നിട്ട് തറക്കല്ലിട്ടതാ. അലിബാബത്തങ്ങൾ വന്നിട്ട് കുറ്റിയടിച്ചതാ. 2 തങ്ങന്മാർ വന്നിട്ട്. ഞാനത് എനിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ ഹബീബിൻ്റെ ആ ഒരു കെട്ടിടം ഒന്ന് പൂർത്തീകരിക്കണം. എൻ്റെ ഹബീബിന് വേണ്ടി ഉണ്ടാക്കുന്ന ആഫാറുകളുണ്ട്. അതൊക്കെ അവിടെ ആഫാറുകൾ മുത്തനബി വിശ്വാസങ്ങളുടെ 20-ലധികം ഷാറു ബാർക്ക് അള്ളാൻ്റെ ഔദാര്യം കൊണ്ട് ഇവിടെ ഉണ്ട്. ഇതൊരാൾക്ക് വെറുതെ കിട്ടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇത് മാത്രം ചിന്തിക്കുക. ഇത് വെറുതെ കിട്ടുമോ? ഞാനിപ്പോൾ മദീനത്തേക്ക് പോവാണ്. 102 ആൾക്കാരെയും കൊണ്ടാണ് പോകുന്നത്. സാധുവായി ഞാൻ പോകുന്നത്. ഞാൻ യോഗ്യനല്ല. പക്ഷെ പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് കിട്ടേണ്ടത് കിട്ടി. ഞങ്ങളോട് തുറന്നു പറയുന്നില്ല, എന്നാലും ഞാൻ പറയുന്നു. റസൂലുള്ള റൗദത്ത് ഷരീഫിൽ എന്നെ ചേർത്ത് പിടിച്ച് ചുംബനം തന്ന് സ്വീകരിക്കുന്ന അതിമനോഹര രംഗം സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞു. ഈ യാത്ര ഇതിനപ്പുറം എന്താ അസീസ് സന്തോഷം വേണ്ടത്? ഹബീബിൻ്റെ വഴിയാ അസീസ് സല്ലല്ലാഹു, അത് മുള്ളുകൾ നിറഞ്ഞതാ. ഒരാളെ പോലും നമ്മൾ വാക്കുകൊണ്ട് നോവിക്കാൻ പാടില്ല. ഹബീബിന് ഇഷ്ടമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.
പരീക്ഷണങ്ങൾ കടുത്തത് വരും. റസൂലുള്ളാഹിക്ക് ശത്രുക്കൾ ഉണ്ടാക്കി കൊടുത്തത് അള്ളാഹുവാ. ആലിമീങ്ങൾക്ക് മാരിഫത്തിന്റെ ലോകത്ത് ആലിമീങ്ങൾ ശത്രുക്കളെ കൊടുത്തത് അള്ളാഹുവാണ്. ആ ശത്രുക്കൾ തീറ്റിപ്പോറ്റുന്നത് വായി കൊടുക്കുന്ന അള്ളാഹുവാ. ആ ശത്രുക്കൾക്കെതിരെ വ്യക്തിപരമായി എതിർക്കുന്നുണ്ടോ, ദേഷ്യമുണ്ടോ, അള്ളാഹു ചെക്ക് ചെയ്യും. അത് സ്വാദിഖ് ഉസ്താദിനുണ്ടാവും. ഞാൻ ഈ മേഖലയിൽ ഇറങ്ങി അള്ളാഹു സ്വീകരിച്ച ഒരാളാണെങ്കിൽ എനിക്കും ഉണ്ടാവും, നിങ്ങളിറങ്ങി നിങ്ങൾക്കും ഉണ്ടാവും. അതതിൻ്റെ അത് എൻ്റെ ഒരു ഇത്. അതേപോലെ തന്നെ ഞാൻ ഈ മദീനത്ത് യാത്ര പോകുന്ന ഇപ്പോൾ കഴിഞ്ഞ മിനിയാന്ന് ഒരു വലിയൊരു കേരളത്തിലുള്ള ഒരു പണ്ഡിതൻ എന്നെ വിളിച്ചിട്ട് കഅബയുടെ കില്ലയുടെ ഒരു കഷ്ണം എനിക്ക് സമ്മാനമായിട്ട് തന്നു. 4 ആഫാറുകൾ ആ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചിട്ട് തന്നത് മിനിയാന്ന്. ഹബീബിനെ 3 തവണ കണ്ട ഒരു വലിയ പണ്ഡിതൻ, കോട്ടൂർ ഉസ്താദിന്റെ ശിഷ്യനാ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട പണ്ഡിതൻ. ഇതൊക്കെ എന്താ അത്? ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, പുറത്ത് ദയവായി പറയരുത്. യഖ്ലത്തൻ കാഴ്ച ഈ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിത്തുടങ്ങിയത്, അടുത്ത കാലത്ത് കിട്ടിത്തുടങ്ങിയത്. ഈ 2 വർഷം ഞാൻ മുമ്പ് റസൂലുള്ളാഹിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ ഔദാര്യം കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് അള്ളാഹിന്റെ ഔദാര്യം കൊണ്ട്. പക്ഷേ സാദിഖ് ഉസ്താദിന്റെ അടുത്ത് പോയതിന് ശേഷം ഈ 2 കൊല്ലം കൊണ്ട്, അതേപോലെ സാദിഖ് ഉസ്താദിന്റെ ഗുരുനാഥന്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ കൂടുതൽ പോകാറില്ല. അവിടെയും ഇപ്പോൾ ഞങ്ങനെ ഇപ്പോൾ ബന്ധം ആയതിനു ശേഷം എത്ര തവണയാ ഹബീബിന്റെ സ്വപ്നത്തിൽ വന്നത്, എത്ര മഹാന്മാരാ വന്നത്. എനിക്കെന്നെ കയ്യും കണക്കൂല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു ലോകാതിരിക്കാതെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഏറ്റവും പ്രിയപ്പെട്ടവരിലൂടെ തന്നെ എതിർപ്പുകൾ വരും. ഏറ്റവും പ്രിയപ്പെട്ടവർ എതിർക്കും, ഏറ്റവും പ്രിയപ്പെട്ടവർ തള്ളിപ്പറയും. അത് ഇതിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞത്, ഞാൻ ഒരാളോട് ഈ വിഷയത്തിൽ ഇത്രയും, എന്നോട് പലരും ചോദിച്ചു, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ വിഷയം ഉൾക്കൊള്ളും എന്നതുകൊണ്ട് നിങ്ങൾ സാദിഖ് ഉസ്താദിന്റെ അടുത്ത് വരണമെന്നല്ല ഇതിൻ്റെ ആകത്തുക. നിങ്ങൾ വന്നാലും ഇല്ലെങ്കിൽ, ഞാൻ പോയാലും ഇല്ലെങ്കിൽ, അവിടെ ഉള്ളവരൊക്കെ പോയാലും സാദിഖ് ഉസ്താദ് ദഅവത്ത് നടത്തിക്കൊണ്ടേയിരിക്കും. സംഘടന മുഴുവൻ എതിർത്താലും സാദിഖ് ഉസ്താദിന്റെ അടുത്ത് ആൾ കുറയില്ല. കാരണം അവിടെ ഒരു കുറഞ്ഞ ശതമാനം ഉസ്താദിനെ അംഗീകരിക്കുന്ന ആൾക്കാരുള്ളൂ. ബാക്കിയൊക്കെ കള്ളുടിയന്മാർ, പെണ്ണുപിടിയന്മാർ, മയക്കുമരുന്നിൻ്റെ ആൾക്കാർ. ഇനി എവിടെ ചങ്ങായിമാരെ നന്നാവാൻ കൊണ്ടാക്കാന്ന് ബാപ്പാര് പേടിക്കുന്ന അത്തരം എന്താ പറയുക കൂത്താടി ഇറക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് മാഷാ അല്ലാഹ് ഹബീബിനെ മനസ്സിലാക്കിയിട്ട് ആ ആൾക്കാരെ കൊണ്ട് ദ്വാരപ്പിക്കാന്ന് കാത്തുക്കല. ഞാൻ കള്ളു പെരുങ്കുടിയന്മാരായിട്ട് മാറിയിട്ട് ഇബാദത്തിന് ലദ്ദത്ത് ആനന്ദത്തിൽ നിസ്കരിക്കുന്ന ചെക്കന്മാരോടുണ്ട്. ആ ചെക്കന്മാരോട് ദ്വാരപ്പിക്കാനൊക്കെ ഞാൻ ആ ക്ലാസ്സിന് പോകുന്നത്. അത് മുടക്കാൻ പറയരുത്. അത് ഒരിക്കലും മുടക്കാൻ ഒരാളോട് നിങ്ങൾ പറയരുത്. സമസ്തയുടെ കാര്യത്തിന് വേണ്ടി സമസ്ത തീരുമാനം ഹൈറാണ്. ആ ഒരു ജാനബിൽ നിന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹൈറാണത്. പക്ഷെ ഇവിടെ നമ്മൾ പേഴ്സണലായിട്ട് എതിർക്കരുത്. നമ്മുടെ ആക്രമത്തെ മോശമായി പോകും. അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മടവൂർ ശൈഖുനെ ജീവിതകാലത്ത് തള്ളിപ്പറഞ്ഞ ആൾക്കാർ ഇപ്പം മടവൂർ പോയിട്ട് എത്രയോ സമയം ചിലവൊക്കെ എനിക്കറിയാം. നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്കും മനസ്സിലാവും എത്ര ആൽമികൾ മടവൂർ ശൈഖുനായ ജീവിതകാലത്ത് അംഗീകരിച്ചിരുന്നു. ഇപ്പം മടവൂർ ശൈഖുനെ അംഗീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അന്വേഷിക്കണേ. അതങ്ങനെയാണ്. ലോകം അങ്ങനെയാണ്.